മുൻകാലങ്ങളിൽ എന്നതുപോലെ നിരാശ സൃഷ്ടിക്കുന്നതും അവഗണന പ്രതിഫലിപ്പിക്കുന്നതുമാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര ബജറ്റ്. കേരളം എന്ന സംസ്ഥാനത്തെ ഭൂപടത്തിൽ നിന്നും പാടെ മാറ്റി നിർത്തിയെന്ന് പറയുന്നത് അതിശയോക്തിയല്ല. യുവശക്തി ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്ന പദ്ധതികൾ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ച് 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ ബജറ്റിലും 2 കോടി പോയിട്ട് 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതി പ്രഖ്യാപനമില്ലെന്നത് യുവശക്തി ബജറ്റ് എന്ന പ്രഖ്യാപനം പൊള്ളയാണെന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഗ്രാമീണ മേഖലയോടുള്ള സർക്കാർ നിലപാട് നിഷേധാത്മകമാണെന്നതിന് നിരവധി തെളിവുകൾ ബജറ്റിലുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്ന വിഹിതം. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി VBGRAMG എന്നാക്കി പുതിയ പദ്ധതിക്ക് നീക്കിവച്ചിരിക്കുന്നത് 95,691 കോടി രൂപയാണ്. മുൻ വർഷത്തെ 86,000 കോടിയെ അപേക്ഷിച്ച് 9,000-ലധികം കോടി കൂടുതലാണെന്നും കേന്ദ്ര വിഹിതം 60% പരിമിതിപ്പെടുത്തിയതിനാലാണ് എന്നും വാദിക്കാമെങ്കിലും പുതിയ പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ച 125 ദിവസ തൊഴിലുറപ്പെന്ന വാഗ്ദാനം നടപ്പിലാക്കണമെങ്കിൽ ഈ തുക പരിമിതമാണ് എന്നു മാത്രമല്ല, നടപ്പ് സാമ്പത്തിക വർഷത്തെയും മുൻ വർഷങ്ങളിലെയും കുടിശ്ശിക കുറച്ചാൽ അടുത്ത വർഷത്തേക്കുള്ള കേന്ദ്ര വിഹിതത്തിൽ പിന്നെയും കുറവ് വരുമെന്നതിലും സംശയമില്ല. കാർഷിക മേഖലയിൽ കൊട്ടിഘോഷിച്ച് 2019 നടപ്പിലാക്കിയ PM ശ്രീ കിസാൻ ആനുകൂല്യത്തിൽ 1 രൂപ പോലും വർധന വരുത്തിയില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച 6,000 രൂപയിൽ തന്നെ തുടരുകയാണ് ആനുകൂല്യം ഇപ്പോഴും. കർഷക വരുമാനം ഇരട്ടിയാകുമെന്ന് വാഗ്ദാനം ചെയ്ത മോദി സർക്കാർ അത് യാഥാർത്ഥ്യമാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലും അതിനുള്ള ഒരു നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല. ചില പ്രത്യേക ഭൂമേഖലകളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചപ്പോൾ തന്നെ കേരളത്തോട് കാട്ടിയ അവഗണന കടുത്തതായി. രാജ്യത്ത് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നതും വരുമാനത്തിൽ മികച്ചു നിൽക്കുന്നതുമായ സംസ്ഥാനമാണെങ്കിലും റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തോട് ചിറ്റമ്മ നയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബജറ്റിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ശ്രീധരനെ മുൻനിർത്തി അതിവേഗ റെയിലെന്ന പ്രതീക്ഷ BJPയും കൂട്ടാളികളും സൃഷ്ടിച്ചിരുന്നതാണ്. എന്നാൽ 7 അതിവേഗ റെയിൽവേ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. പ്രഖ്യാപിച്ച 7 ഇടനാഴികളിൽ 2 വീതം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുംബൈ, പൂനെ, വാരണാസി, ഡൽഹി എന്നീ നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ളതാണെന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രാദേശിക പക്ഷപാതിത്വവും വ്യക്തമാണ്. വിശ്വാസികളെക്കുറിച്ച് വാചാടോപം നടത്തുന്ന BJPയുടെ കേന്ദ്ര സർക്കാർ ശബരിമല വികസനത്തിൽ വലിയ ചുവടുവയ്പാകുമായിരുന്ന ശബരി റെയിൽപാത സംബന്ധിച്ച് മൗനം പാലിച്ചിരിക്കുന്നു. എയിംസ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. സ്ഥലം നൽകാത്തതാണ് കാരണമെന്ന് BJP കോണുകളിൽ നിന്ന് ന്യായീകരണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളം നേരത്തെ തന്നെ സ്ഥലമെടുത്ത് നൽകിയെന്ന യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുന്നതാണ് ഇത്. BJP ആഗ്രഹിക്കുന്നിടത്ത് മാത്രമേ എയിംസ് സ്ഥാപിക്കൂ എന്ന പിടിവാശിയും സംസ്ഥാനത്തോടുള്ള ശത്രുതാ മനോഭാവവുമാണ് എയിംസ് അനുവദിക്കാതിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് അനുമാനിക്കാവുന്നതാണ്. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലുള്ള 41% തന്നെ തുടരുമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേക പാക്കേജ് എന്ന കേരളത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ വലിയ ആശ്വാസം നൽകുന്നതെങ്കിലും സംസ്ഥാന വിഹിതത്തിൽ നേരിയ വർധനവ് വരുത്തിയിട്ടുണ്ട്. അതേസമയം അപൂർവ ധാതു സമ്പത്ത് ഖനനം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയിലും ബ്ലൂ ഇക്കണോമിയിലും കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ വിശദാംശങ്ങളായില്ലെങ്കിലും സംശയാസ്പദമാണ്. അപൂർവ ധാതുക്കളുടെ അനിയന്ത്രിതമായ ഖനനവും കടൽ സമ്പത്തിന്റെ കൊള്ളയ്ക്കും അവസരമൊരുക്കുകയാണോ ലക്ഷ്യം വയ്ക്കുന്നതെന്ന സംശയം അസ്ഥാനത്തല്ല. കേരളത്തെ ഉൾപ്പെടുത്തി കടലാമ സംരക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ തമാശയാണ്. ഇതുകൊണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്കോ സാമൂഹ്യ ജീവിതത്തിലോ എന്ത് ഫലമാണ് ഉണ്ടാവുകയെന്ന് വിശദീകരിക്കേണ്ടത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ്. കേര കർഷക മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രോത്സാഹന പദ്ധതി കേരളത്തിന് സഹായകമെന്ന് തോന്നാമെങ്കിലും തമിഴ്നാട്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഗുണം ലഭിക്കുക. ഫലത്തിൽ കേരളത്തെ പൂർണ്ണമായും തഴയുകയും രാജ്യത്തെയാകെയുള്ള സാധാരണക്കാർക്ക് അനുഗുണമാകുന്ന എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കാതെയുമുള്ള കേന്ദ്ര ബജറ്റ് ഫലത്തിൽ അത്യന്തം നിരാശാജനകവും നിഷേധാത്മകവുമാണ്.